നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കാനിരിക്കെ സുരക്ഷാ വിലയിരുത്താൻ പരീക്ഷാ കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ നടന്നു. പരീക്ഷയ്ക്കായി എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി എന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. പരീക്ഷാ സമ്മർദ്ദത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വിദ്യാർത്ഥി ജീവനൊടുക്കി. നീറ്റ് പുനഃപരീക്ഷ മികവുറ്റ രീതിയിൽ നടപ്പാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത്. സുരക്ഷാ നടപടികൾ വിലയിരുത്താനായി രാവിലെ 9 മണി മുതൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ ആരംഭിച്ചു. എല്ലാ കേന്ദ്രങ്ങളിലും CCTV നിരീക്ഷണമുണ്ടായിരിക്കും. കൺട്രോൾ റൂമുകൾ സജീവമായി പ്രവർത്തിക്കും. GPS ട്രാക്ക് ചെയ്ത വാഹനങ്ങളിൽ പോലീസ് സുരക്ഷയിലായിരിക്കും ചോദ്യപേപ്പറുകൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക. പരീക്ഷാർത്ഥികൾ രാവിലെ 11 മുതൽ 1:30 റിപ്പോർട്ട് ചെയ്യണം. അഡ്മിറ്റ് കാർഡ്, തിരിച്ചറിയൽ രേഖകൾ, ഫോട്ടോകൾ എന്നിവ നിർബന്ധമാണ്. ബയോമെട്രിക് പരിശോധന പരാജയപ്പെട്ടാലും പ്രവേശനം നിഷേധിക്കില്ല. അത്തരം സന്ദർഭങ്ങളിൽ രേഖാമൂലമുള്ള സമ്മതപത്രം വാങ്ങി മാനുവൽ വെരിഫിക്കേഷൻ അനുവദിക്കും. അതിനിടെ നാഗ്പൂരിൽ സെന്റർ ആവശ്യപ്പെട്ട വിദ്യാർത്ഥിക്ക് അബുദാബിയിൽ സെന്റർ ലഭിച്ചതായി പരാതി ഉയർന്നു. പ്രശ്നം പരിഹരിച്ചുവെന്നും നാഗ്പൂരിൽ തന്നെ വിദ്യാർത്ഥിക്ക് സെന്റർ നൽകിയെന്നും NTA വ്യക്തമാക്കി. പരീക്ഷാ സമ്മർദ്ദത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. 22-കാരനായ ജിതിൻ കുമാറാണ് ആത്മഹത്യ ചെയ്തത്. മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തി. 5000-ലധികം സെന്ററുകളിലായി നാളെ 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുക. വിനീത VG 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.